hello, assalamu alaikum. Welcome back to my channel Bake with Shinsi. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി വളരെ ഈസിയും സിമ്പിളുമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ടല്ല. എനിക്കറിയാം ഇത് പറഞ്ഞിട്ട് ഞാനും അതുപോലെ തന്നെ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മടുത്തിട്ടുണ്ട് എന്നറിയാം. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ റെസിപ്പികൾ തന്നെയാണ്. പക്ഷെ എന്താ പറയുക, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ ആർക്കായാലും മടുത്തു പോകും. അപ്പോൾ എന്തായാലും അതായിട്ടല്ല, ഇന്ന് ഞാനൊരു ഡിഫറെൻറ്റ് വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് അല്ലേ? എന്താ? അതെ, ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആകുമ്പോൾ സയൻ്റെ ഫേവറേറ്റ് ടീച്ചറിന് വേണ്ടിയിട്ട് ഒരു താങ്ക് യു കാർഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനും ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അവരുടെ ടീച്ചേഴ്സിന് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കാർഡ് ഉണ്ടല്ലോ, നമുക്ക് അങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും സയക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചർ ആരാ? ഹസീന മാം. അതെന്തുകൊണ്ടാ? കാരണം അത് എൻ്റെ ക്ലാസ് ടീച്ചറാണ്. ഓക്കെ. പിന്നെ സയക്ക് ഏതൊക്കെ ടീച്ചേഴ്സിനെയാണ് ഇഷ്ടം? ഇത് കുറെ ടീച്ചേഴ്സ് ഉണ്ട്, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് വായിച്ചു തരാം. ആരൊക്കെയാണ്? അഞ്ജന മാം ഉണ്ട്, മുന്ന മാം ഉണ്ട്, ദിൽഷാദ് മാം ഉണ്ട്, ഐശ്വര്യ മാം ഉണ്ട്, ജംഷീല മാം ഉണ്ട്, ബിന്ദു മാം ഉണ്ട്, അജയ് സാർ ഉണ്ട്, ബിന്ദു മാം ഉണ്ട്, പിന്നെ ഫസീൽ സാറ്, ലത മാം, അജയ് സാറ്, സുദീപ് സാറ്, ഷിരീന മാം, പിന്നെ സുഹേ സാറ്. അപ്പൊ ഇത്രയും ടീച്ചേഴ്സിന് സയക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു താങ്ക് യു കാർഡ് ഉണ്ടാക്കി കൊടുക്കണം അല്ലേ? നമുക്ക് ഇവർക്ക് കൂടി കാണിച്ചു കൊടുക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും നമുക്ക് കാർഡ് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എന്താ പറയാ, സിമ്പിൾ ആയിട്ടുള്ള ഒരു കാർഡാണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ? കാരണം ഇവൾക്കും കൂടെ ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ ആദ്യം ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു എന്താ പറയാ ചാർട്ട് പേപ്പർ, വൈറ്റ് ചാർട്ട് പേപ്പർ അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കളറൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് മാറ്റിയെടുക്കാം. അപ്പൊ എന്തായാലും ഇതിന്റെ ലെങ്ത് വരുന്നത് ഇവിടെ നമുക്ക് 15 സെന്റിമീറ്ററും അതുപോലെ തന്നെ 20 സെന്റിമീറ്റർ ഇവിടെ കൂടെ വന്നിട്ടുള്ള ഒരു ചാർട്ട് പേപ്പർ, അതാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓപ്പൺ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് സാധാ A4 കളർ പേപ്പർ ഉണ്ടല്ലോ, അതാണ് ഇത്. അപ്പൊ അതും ഈ സെയിം സൈസിൽ നമ്മൾ ചാർട്ട് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതേ സെയിം സൈസിൽ കണ്ടോ, ഒരു സെയിം സൈസിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പറാണ്. അപ്പൊ ആദ്യം ചെയ്യാനുള്ളത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ കളർ പേപ്പർ ഉണ്ടല്ലോ സയ, അതാ ഇതുപോലെ മടക്കുക. ഹാഫായിട്ട് എങ്ങനെ ഹാഫായിട്ട് ഈക്വൽ ആയിട്ട് മടക്കണം. കണ്ടോ, ഇതുപോലെ ഈക്വൽ ആയിട്ട് മടക്കുക. എന്നിട്ട് ഒരു സിസേഴ്സ് എടുത്തിട്ട് ഇത് കട്ട് ചെയ്യണം. സെൻട്രൽ പോർഷൻ കട്ട് ചെയ്യണം, പക്ഷെ ഫുൾ കട്ട് ചെയ്യാൻ പാടില്ല. ഒരു ഇത് വരെ മാത്രം കട്ട് ചെയ്യാം. കാരണം എന്താ വെച്ചാല് അതാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് വരുന്നത്. അപ്പൊ അതാ അതുപോലെ ഇതുണ്ടോ, ഈ ഒരു പോർഷനിൽ വരെ ഇങ്ങനെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ പിന്നെ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാല് ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല വൈറ്റ് ചാർട്ട് ആദ്യമേ ഇത് സ്റ്റിക്ക് ചെയ്യണം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഗമ്മ് വേണം. ഓക്കെ, അപ്പൊ നമുക്കിത് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാം. ഇത് എവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മള് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്ന ഈ സൈഡ്സ് ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ആയിട്ടാണ് പശ തേക്കേണ്ടത്. നമുക്കത് ചെയ്തെടുക്കാം. ഇതുകൊണ്ടാണ് നമ്മളിത് സെയിം മെഷർമെന്റിൽ കട്ട് ചെയ്യണം എന്ന് പറയുന്നത്. കണ്ടോ, എക്സസ് ആയിട്ടൊന്നും വരൂല. നമ്മളിത് എങ്ങനെയാണോ കട്ട് ചെയ്തിട്ടുള്ളത് ആ ഇതില് ഇത് വരുള്ളൂ. നമുക്ക് ഇവിടെ തേക്കാത്തതിന് കാരണം എന്താണ്? ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു മെഷർമെന്റില് ഇത് സ്റ്റിക്ക് ചെയ്തെടുത്തു. ഇനി എന്താ ചെയ്യാനുള്ളത്? ഇനി നമുക്ക് ഇത് റോൾ ചെയ്തിട്ട് നമ്മൾ സൈഡിലേക്ക് വെക്കണം. ഇതിങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് രണ്ട് സൈഡ് ഇതുപോലെ ഇങ്ങനെ പശ ഇതാക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കണം രണ്ട് സൈഡും.
വേണമെങ്കിൽ എന്താ പറയുക ഒരു പെൻസിൽ വെച്ചിട്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെയാണ് ഈ സൈഡും ചെയ്യേണ്ടത്. ഇപ്പൊ രണ്ട് സൈഡും ഇതുപോലെ പ്രസ് ചെയ്തു. കൈ വെച്ച് ചെയ്യരുത്, അപ്പൊ നമ്മൾ മുകൾ ഭാഗം പ്രസ് ആവും. മുകൾ ഭാഗം നമുക്ക് പ്രസ് ആവേണ്ട ആവശ്യമില്ല. കണ്ടോ? ഇങ്ങനെ രണ്ട് ഭാഗം നമ്മൾ ചെയ്ത് വെക്കും. ശരിക്കും ഒരു ഇൻവിറ്റേഷൻ കാർഡൊക്കെ പോലെ ഉണ്ട് അല്ലേ? നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെയാണ് നമുക്ക് റൈറ്റിംഗ് പ്രോസസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ വഴിയായി എഴുതി കാണിച്ചു തരും. എന്തായാലും ഇതിന് നമുക്ക് ഡിസൈൻ വർക്ക് ചെയ്യാനുണ്ട്. എന്തായാലും ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത സ്ഥിതിക്ക് നമുക്കൊരു 5 minutes വെക്കാം. അപ്പൊ ഓക്കെ, ഇനി ഇതിമ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എന്താണുള്ളത്? സ്റ്റിക്കർ സ്റ്റോൺസ്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെ കളർ ഉള്ളത്? പിങ്ക് ലൈറ്റ്സ് ഉണ്ട്, പിന്നെ ബ്ലൂ ഉണ്ട്, പർപ്പിൾ. അപ്പൊ നമുക്ക് ഇതിന് മാച്ച് ആയിട്ട് കുറച്ചുകൂടി ഇതല്ലേ ബെറ്റർ, കുറച്ച് ഡാർക്ക് കളർ എടുക്കാം. അപ്പൊ ഇതെടുക്കാം. നല്ല ഭംഗിയുള്ള കുറെ സ്റ്റോൺസ് ആണ്. ഓക്കെ, നിൽക്കും. ഇനി ഇതിന് നമുക്ക് ഇങ്ങനെ സിംഗിൾ ആയിട്ട് ഓരോ സ്റ്റോൺസ് എടുക്കാൻ പറ്റും. സോറി, സിംഗിൾ അല്ല, ഇതതുപോലെ കണ്ടോ? ഞാൻ കണ്ടോ? ഓക്കെ, നമുക്ക് ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ഇതിന്മ വെക്കാനുള്ള ഫ്ലവർ ഉണ്ടല്ലോ. ഇതിപ്പോ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും കാണാം. സ്റ്റോൺസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. എന്തായാലും ഞാൻ ഇനി ഇതാ ഈ സെന്റർ പോർഷനിൽ ഇവിടെ ഭയങ്കര ബ്ലാങ്ക് ആണല്ലോ, അപ്പൊ ഇവിടെ കവർ ചെയ്യാൻ വേണ്ടിട്ട് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കാം. ഇതെന്തായാലും സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നേരത്തെ കാണിച്ചു തന്നല്ലോ, ഇതുപോലെയുള്ള കളർ A4 പേപ്പറുകൾ അവൈലബിൾ ആണ്. അപ്പൊ അതുപോലെ ഞാനൊരു ബ്ലൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് സൈഡ് ഇടുന്നത് 8x8 ആണ്. രണ്ട് സൈഡും 8 ആണ് വരുന്നത്. ഇപ്പൊ ഇത് വെച്ചിട്ടാണ് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കാനുള്ളത്. അപ്പൊ ഇതുപോലെ നമ്മൾ 8x8 സൈഡ് കട്ട് ചെയ്ത് വെച്ചുള്ളൊരു 2 ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് വന്നിട്ട് 7x7 ആണ്. അപ്പൊ 8x8 വരുന്ന 2 പേപ്പറും അതുപോലെ തന്നെ 7x7 വരുന്ന ഒരു പേപ്പറും. അപ്പൊ 8x8 ചെയ്യേണ്ടതെന്ന് വെച്ചാല് ആ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഈക്വൽ ഹാഫ് ആക്കിയിട്ട് മാറ്റാം. എന്നിട്ട് നമ്മൾ ഈ സൈഡ് വരുന്നില്ല, ഈ ഒരു കോർണർ അവിടെ വന്നിട്ടാണ് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ ആക്കി വെക്കുകയാണ് രണ്ട് സൈഡും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പേസ് വരുമല്ലോ. ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു സ്പേസ് വരുമല്ലോ. അപ്പൊ നമ്മളൊരു എന്താ പറയാ, ഒരു കേവ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. വരച്ചിട്ട് കാണിച്ചു തരാം. അതായത് ആ കോർണേഴ്സ് നമ്മൾ കളയുന്ന പോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു ഫ്ലവർ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഒന്നുകൂടെ ബാക്കിയുള്ള ഒന്നുകൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ ഫ്ലവേഴ്സ് ഒക്കെ ഇതാ ഇതുപോലെ ഞാൻ ഒന്നിന്റെ മുകളിലായിട്ട് ഒന്ന് വെച്ചിട്ട് അങ്ങനെ 3 ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ സെന്റർ ഒന്നിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഭംഗിയിൽ വരാൻ വേണ്ടിയിട്ട് ഇതിന്റെ സെന്ററിലായിട്ട് നമുക്ക് സ്റ്റോൺസ് വെക്കാം. അപ്പോഴേക്കും ഞാൻ അതിന്റെ സെന്ററിലായിട്ട് ഗമ്മ വെക്കുന്നുണ്ട്. നമുക്ക് കാരണം ഈ കാർഡിന്റെ ഇവിടെ ആയിട്ട് അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ബ്ലാങ്ക് സ്പേസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് മുന്നേ ഇതൊക്കെ സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഈ ബ്ലാങ്ക് സ്പേസ് ഉണ്ടല്ലോ അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലവർ ഇതുപോലെ തന്നെ ആ ഒരു ബ്ലാങ്ക് സ്പേസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്ലവർ ആക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ സെന്ററും നേരത്തെ സ്പേസ് കാണിച്ച പോലെ ബ്ലാങ്ക് ആണല്ലോ. അപ്പൊ സൈൻ്റെ ഫേവറേറ്റ് സ്റ്റോൺ എടുത്തിട്ടുണ്ട്. അപ്പോ അതിന്ന് എടുക്കാം. അപ്പൊ ഇതിങ്ങനെ ഒരുമിച്ചാണ് കിട്ടുക. പക്ഷെ നമുക്ക് വേണമെങ്കിൽ സിംഗിൾ ആയിട്ട് ഇതിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ എനിക്ക് ഒന്നിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ ഒരു സ്റ്റോൺ ഇവിടെ കട്ട് ചെയ്തെടുക്കാം. ഇത് സെന്ററിലായിട്ട് ഞാൻ അത് വെച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ അതേപോലെ തന്നെ ഈ ചെറിയ സ്റ്റോണുകൾ ഉണ്ടല്ലോ അതും എടുത്തിട്ട് സിംഗിൾ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ സ്ഥലത്ത് അങ്ങനെ വെച്ചു കൊടുക്കുക.
അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഫ്ലവർ നമ്മൾ സ്റ്റോൺ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ള ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. ഇവിടെയാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പൊ അതെന്തായാലും സൈനെ കൊണ്ട് എഴുതിപ്പിക്കാം. അപ്പൊ അതാ സൈ എഴുതിയിട്ടുണ്ട്, ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ അകത്തും എന്തെങ്കിലും ഡെക്കറേഷൻ ഒക്കെ വേണം. ഓക്കെ, അപ്പൊ അതിന്റെ സെന്ററിലായിട്ട് വെക്കാനായിട്ട് നമുക്ക് കുറച്ച് ഇതുപോലെ കളർ പേപ്പർ ഉണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ അതിലുള്ള ഡിഫറെന്റ് കളേഴ്സിലുള്ള ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള 8 വെയിറ്റ് ഉണ്ടല്ലോ, ആ ഒരു സെന്റിമീറ്റർ വെച്ചിട്ട് ഇങ്ങനെ 5 കളേഴ്സ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5 ഡിഫറെന്റ് കളേഴ്സ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഓപ്പണിംഗ് സെന്ററിലേക്കുള്ള സംഭവം ഉണ്ടാക്കാൻ പോണത്. അതായത് ഇതുപോലുള്ള ഫ്ലവേഴ്സ്. അപ്പോൾ ഒരു ഇഷ്ടമുള്ള 4 ടൈപ്പ് കളേഴ്സ് എടുക്കുക. അപ്പോൾ എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അതിനു വേണ്ടിട്ട് ഞാനിതാ 8x8 ഇതുള്ള സൈഡിലുള്ള ഒരു പേപ്പർ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ ഇത് ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് സെന്ററിലേക്ക് മടക്കണം. അതായത് ഒരു 3 പ്രാവശ്യം സെന്ററിലേക്ക് മടക്കിയെടുക്കുക. സാധാ അങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു സൈഡ് അവിടെ സിസ്റ്റേഴ്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു അറ്റം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് യു ഷേപ്പില് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്യുമ്പോ ഇപ്പൊ നേരത്തെ ഞാൻ കാണിച്ച പോലത്തെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ? അപ്പൊ ഞാനിവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് 4 കളേഴ്സ് എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് ഇതിലേക്കുള്ള സെന്റർ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ നമ്മൾക്ക് ഇതുപോലെ ഒരു ഷീറ്റ് എടുക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അടിയിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു ഫ്ലവർ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഫ്ലവറിന്റെ മുകളിലായിട്ട് ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. പിന്നെ ചെയ്യാനുള്ളത്, നമ്മളിവിടെ 4 കളർ ഫ്ലവേഴ്സ് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഇഞ്ചില് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ അടിയിലായിട്ട് ഓരോ ഇഞ്ചില്, അപ്പൊ 4 ഫ്ലവേഴ്സ് ആണെങ്കിൽ 4 ഇഞ്ച്, അതായത് 1 ഇഞ്ച് വിട്ടിട്ട് 1, 2, 3, 4 അങ്ങനെ നമ്മൾ 4 ലൈന് വരച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി വരച്ച സ്ഥിതിക്ക് ഇതൊന്ന് ഞാൻ മടക്കി കൊടുക്കാം. ആ ലൈനനുസരിച്ചിട്ട് ഓരോന്നും മടക്കിയെടുക്കാം. ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ഫ്ലവേഴ്സ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇതാ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പോ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഷേപ്പ് ചെയ്ത് കളറും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിന് വേണ്ടിട്ട് ഞാനിവിടെ ബ്ലാക്ക് സ്കെച്ച് എടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് മുകളിലായിട്ടും ഒരു ലൈൻ വരക്കണം. അതെന്താ ഓക്കേ, അപ്പൊ അത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ഈ ഒരു പെൻസിൽ പോലത്തെ സംഭവത്തിന്റെ അകത്ത് വെക്കാനായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു ചെറിയ കളർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചു വെച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഗമ്മ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. നമ്മളിവിടെ ഒരു എന്താ പറയാ, ഒരു ചെറിയ സ്ലിപ്പ് പോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അതിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും എഴുതാം. ഓക്കെ, ബൈ സേരിഷ് നേവി. ഒന്നുകൂടെ ഒന്ന് കളർ ലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വേറൊരു കളറും കൂടെ വെച്ചിട്ട് അതിന്റെ മുകളിലായിട്ട് തന്നെ ഒന്ന് എഴുതാം. അപ്പൊ നമുക്കിനി ഈ ഒരു പെൻസിൽ പോലത്തെ സംഭവം ഉണ്ടാവും നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിന്റെ ബാക്കിലായിട്ട് ഗമ്മ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം.
ഡെക്കറേറ്റ് ചെയ്യാം. ഏത് സ്റ്റോൺസ് ആണ് നമുക്ക് വേണ്ടത്? ഇത് വെച്ചിട്ട് ഇത് ഒന്നെടുത്തോ, എന്നിട്ട് ഇഷ്ടമുള്ള എടുത്ത് നമ്മുടെ സെന്ററും ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കാർഡ് ഇതുപോലെ സെറ്റ് ആയല്ലോ. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ബ്ലാങ്ക് ആയ പോലെ തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ കയ്യിൽ ഇതുപോലെ ഗ്ലിറ്റർ ആയിട്ടുള്ള കുറച്ച് ഫോം പേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ എന്തായാലും ഞങ്ങളിവിടെ കുറച്ച് ഹാർട്ട് ഷേപ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പൊ എന്തായാലും അതും കൂടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മള് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ കാർഡ്. അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. അങ്ങനെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.